അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ ഏറ്റവും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ അവതരിപ്പിക്കുന്നത് സൂറത്തുൽ വാഖിയ. ഈ സൂറത്തിൻ്റെ അർത്ഥവും ആശയവുമാണ്. അല്പം നീണ്ട സൂറത്തായതുകൊണ്ട് ചിലപ്പോൾ അത് ചെയ്തു കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ, ഒന്നോ രണ്ടോ വീഡിയോ ആയിട്ട് മാറും. എന്തായാലും ഈ സൂറത്ത് വീട്ടിലെ ദാരിദ്ര്യങ്ങൾ മാറാൻ വേണ്ടി ഏറ്റവും ഉത്തമമാണെന്ന് നിരവധിയായ ഹദീസുകളിലും പണ്ഡിതന്മാരും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് മൊത്തം 96 ആയത്തുകളാണുള്ളത്. നമുക്ക് നേരെ ഈ സൂറത്തിൻ്റെ ആശയത്തിലേക്ക് പോകാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കാരുണ്യവാനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. ഇദാ വഖഅത്തിൽ വാഖിയ, ആ സംഭവിക്കാനുള്ള സംഭവം സംഭവിച്ചാൽ ഭയങ്കരമാണ്. അത് പറയുന്നത് അവസാന നാളിനെ കുറിച്ചാണ്. അവസാന നാൾ സംഭവിക്കുന്ന കാര്യം അത് ഭയങ്കരമായൊരു വസ്തുതയാണ്. ലൈസലി വഖഅത്തിഹ കാദിബ, അത് സംഭവിക്കും അല്ലെങ്കിൽ സംഭവിക്കുന്ന സമയം അതിനെ നിഷേധിക്കുന്ന യാതൊന്നും ഉണ്ടായിരിക്കുകയില്ല. ലൈസ ലി വഖഅത്തിഹ, അത് സംഭവിക്കുന്നതിൽ ഇല്ല, കാദിബ, നിഷേധിക്കുന്ന യാതൊന്നും. ഖാഫിളത്തുൻ റാഫിയ, അത് ചിലരെ താഴ്ത്തുന്നതും മറ്റ് ചിലരെ ഉയർത്തുന്നതുമാണ്. ഇദാ റുജ്ജത്തിൽ അർളു റജ്ജ, അതായത് ഭൂമി കിടുകിട വിറപ്പിക്കപ്പെടുന്ന സമയം. വബുസത്തിൽ ജിബാലു ബസ്സ, പർവ്വതങ്ങൾ പൊടിച്ചു തരിപ്പണമാക്കപ്പെടുന്ന സമയം. ഫകാനത്ത് ഹബാഅം മുംബസ, അത് അങ്ങനെ ചിതറപ്പെട്ട ധൂളികളായി മാറുന്ന സമയം. വകുന്തും അസ്വാജൻ സലാസ, നിങ്ങൾ 3 വിഭാഗക്കാരായി മാറുകയും ചെയ്യുന്ന സമയം. അങ്ങനെയായാൽ, ആ സമയം സംഭവിച്ചാൽ, ഫ അസ്ഹാബുൽ മൈമനത്തി മാ അസ്ഹാബുൽ മൈമന, എന്ന് വെച്ചാൽ വലതുപക്ഷക്കാർ, സൗഭാഗ്യത്തിൻ്റെ വലതുപക്ഷക്കാർ. മാ അസ്ഹാബുൽ മൈമന, എന്താണ് ഈ വലതുപക്ഷക്കാർ? അവരുടെ സ്ഥിതി അത്ഭുതകരം തന്നെയാണ്. വ അസ്ഹാബുൽ മഷ്അമ, നിർഭാഗ്യത്തിൻ്റെ ഇടതുപക്ഷക്കാർ. മാ അസ്ഹാബുൽ മഷ്അമ, എന്താണ് ഈ ഇടതുപക്ഷക്കാർ? അവരുടെ കാര്യം ആശ്ചര്യകരം തന്നെയാണ്. വസ്സാബിക്കൂന സാബിക്കൂൻ, മുൻകടന്നവർ തന്നെയാണ്. ഉലായിക്കൽ മുഖറബൂൻ, അവരാണ് അള്ളാഹുവിൻ്റെ സാമീപ്യം ലഭിച്ചവർ. ഫീ ജന്നാത്തിൻ നഈം, സുഖാനുഭവങ്ങളുടെ സ്വർഗത്തിലാണ് അവർ. സുഖലോലുപതയുടെ സ്വർഗങ്ങളിലാണ് അവർ താമസിക്കുക. സുല്ലത്തും മിനൽ അവ്വലീൻ, പൂർവികരിൽ നിന്ന് വലിയൊരു വിഭാഗം. വ ഖലീലും മിനൽ ആഖിരീൻ, പിൻഗാമികളിൽ നിന്ന് ചെറിയ ഒരു വിഭാഗവും. അലാ സുറുറിൻ മഅ്ലൂന, മെടഞ്ഞുണ്ടാക്കപ്പെട്ട കട്ടിലുകളിൽ അവർ സുഖിച്ചു കൊണ്ടിരിക്കുന്നു. അതായത് സ്വർണ്ണ നൂലുകൾ കൊണ്ട് മെടഞ്ഞുണ്ടാക്കിയ കട്ടിലുകളിൽ അവർ സുഖിച്ചു കൊണ്ടിരിക്കുന്നു. മുത്തക്കിഈന അലൈഹ മുത്തഖാബിലീൻ, അവയിൽ അന്യോന്യം അഭിമുഖമായി ചാരിയിരിക്കുന്നവരായിക്കൊണ്ട്. യതൂഫു അലൈഹിം, അവരെ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. വിൽദാനും മുഖല്ലദൂൻ, അവരുടെ സേവനത്തിനായി നിശ്ചയിക്കപ്പെട്ട സ്ഥിരവാസികളായ ബാലന്മാരെ. ബി അക്വാബിൻ വ അബാരീക വ കൗസിൻ മിൻ മഈൻ, ചില കോപ്പകളും കൂജകളും കള്ളിൻ്റെ പാനപാത്രവും കൊണ്ടാണ് ഈ ബാലന്മാർ അവരുടെ സേവനത്തിനായി ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ലാ യുസദ്ദഊന അൻഹാ വലാ യുൻസിഫൂൻ, അവ കാരണമായി
അതായത് ആ മദ്യം കാരണമായി അവർക്ക് തലവേദന ഉണ്ടാവുകയില്ല, ലഹരി ബാധിക്കുകയുമില്ല. അപ്പോൾ ദുനിയാവിലെ മദ്യത്തോട് സ്വർഗത്തിലെ മദ്യത്തെ ഉപമിച്ചുകൊണ്ട് പിന്നെ എന്താ ദുനിയാവിൽ നിന്ന് കള്ള് കുടിച്ചാൽ എന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടി തന്നെയാണത്. അതായത് ദുനിയാവിലെ മദ്യം പോലെ അവിടെയുള്ള മദ്യം കഴിക്കുന്നത് കൊണ്ട് തലവേദനയുണ്ടാവുകയോ ലഹരി ബാധിക്കുകയോ ഇല്ല എന്നാണ് ഈ ആയത്ത് നമുക്ക് വിശദീകരിച്ചു തരുന്നത്. അവർ തിരഞ്ഞെടുക്കുന്ന വർഗത്തിൽപ്പെട്ട പഴങ്ങൾ കൊണ്ടും ഈ ബാലന്മാർ അവരെ ചുറ്റിക്കൊണ്ടിരിക്കും. വലഹിമി തൊയ്രിമ്മിമായസ്തഹൂൻ, അവരാഗ്രഹിക്കുന്ന തരത്തിൽപ്പെട്ട പക്ഷികളുടെ മാംസം കൊണ്ടും ഈ ബാലന്മാർ അവരെ ചുറ്റിക്കൊണ്ടിരിക്കും. വഹൂറുൻ ഈൻ, വിശാലാക്ഷികളായ വെളുത്ത സുന്ദരികളും ഉണ്ടായിരിക്കും അവരുടെ സമീപത്ത്. എങ്ങനെയുള്ള വിശാലാക്ഷികളായ വെളുത്ത സുന്ദരികളാണെന്നറിയാമോ? മക്നൂൻ, ചിപ്പികളിൽ മറച്ച് സൂക്ഷിക്കപ്പെട്ട മുത്ത് പോലെയുള്ള സുന്ദരികളാണവർ. ജസാഅൻ ബിമാ കാനൂ യഅ്മലൂൻ, അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിന് പ്രതിഫലമായിട്ടാണ് ഇതെല്ലാം അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅ്സീമ, അവർ അവിടെ അനാവശ്യമോ കുറ്റപ്പെടുത്തലുകളോ കേൾക്കുകയില്ല. ഇല്ലാ ഖീലൻ സലാമൻ സലാമ, സലാം സലാം, ശാന്തി ശാന്തി എന്ന വാക്കല്ലാതെ മറ്റൊന്നും അവർ കേൾക്കുന്നതല്ല. വഅസ്ഹാബുൽ യമീൻ മാ അസ്ഹാബുൽ യമീൻ, വഅസ്ഹാബുൽ യമീൻ, വലതുപക്ഷക്കാര്. മാ അസ്ഹാബുൽ യമീൻ, എന്താണ് വലതുപക്ഷക്കാര്? ഫീ സിദ്രിൻ മഖ്ദൂദ്, മുള്ളില്ലാത്ത ഇരണ്ട മരങ്ങളിലും. വതൽഹി മൻദൂദ്, പഴങ്ങൾ മേൽക്കുമേൽ അട്ടിയാക്കപ്പെട്ട വാഴകളിലും. വളില്ലിൻ മംദൂദ്, വിശാലമായി നീണ്ടു പരന്നു കിടക്കുന്ന നിഴലുകളിലും. വമാഇൻ മസ്കൂബ്, ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിലും. വഫാക്കിഹത്തിൻ കസീറ, സമൃദ്ധിയുള്ള അഥവാ ഒരു കാലത്തും അവസാനിക്കപ്പെടാത്ത പഴങ്ങളും. ലാ മക്തൂഅത്തിൻ വലാ മംനൂഅ, ആ പഴങ്ങൾ ഒരു കാലത്തും അവസാനിക്കില്ല, തടയപ്പെടുകയുമില്ല. വഫുറുഷിൻ മർഫുഅ, ഉയർന്ന തരം വിരിപ്പുകളിലും ആയിരിക്കും അവർ ജീവിക്കുക. അതായത് വലതുപക്ഷക്കാരെ പറ്റി പറയുന്നത് ഫീ സിദ്രിൻ മഖ്ദൂദിൻ വതൽഹിൻ മൻദൂദിൻ വളില്ലിൻ മംദൂദ് വമാഇൻ മസ്കൂബിൻ വഫാക്കിഹത്തിൻ കസീറത്തിൻ ലാ മക്തൂഅത്തിൻ വലാ മംനൂഅ വഫുറുഷിൻ മർഫുഅ, മുള്ളില്ലാത്ത ഇലന്ത മരങ്ങളിലും പഴങ്ങൾ മേൽക്കുമേൽ അട്ടിയാക്കപ്പെട്ട വാഴകളിലും വിശാലമായി നീണ്ടുകിടക്കുന്ന നിഴലുകളിലും ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിലും സമൃദ്ധിയിലുള്ള ഒരു കാലത്തും അവസാനിക്കപ്പെടാത്ത തടയപ്പെടാത്തതുമായ പഴവർഗ്ഗങ്ങളിലും ഉയർന്ന തരം വിരിപ്പുകളിലുമായിരിക്കും ഈ വലതുപക്ഷക്കാർ ജീവിക്കുക. ഇന്നാ അൻശഅനാഹുന്ന ഇൻശാആ, തീർച്ചയായും ആ ഹൂർലിങ്ങൾ എന്ന് പറയുന്ന ആ തരുണികളെ ഒരു പ്രത്യേക സ്ഥിതിയിലാണ് നാം സൃഷ്ടിച്ചിരിക്കുന്നത്. ഫജഅൽനാഹുന്ന അബ്കാറാ, അങ്ങനെ അവരെ നാം കന്യകളാക്കി. ഉറുബൻ അത്റാബ, ഭർത്താക്കന്മാരെ സ്നേഹിക്കുന്നവരും തുല്യ പ്രായക്കാരുമാക്കിയിരിക്കുന്നു. ലി അസ്ഹാബിൽ യമീൻ, ഇതെല്ലാം വലതുപക്ഷക്കാർക്കുള്ളതാണ്. സുല്ലത്തും മിനൽ അവ്വലീൻ, പൂർവികരിൽ നിന്ന് വലിയൊരു വിഭാഗവും. വസുല്ലത്തും മിനൽ ആഖിരീൻ, പിൻഗാമികളിൽ നിന്ന് ഒരു വലിയ വിഭാഗവുമായിരിക്കും ഈ വലതുപക്ഷക്കാർ എന്ന് പറയപ്പെടുന്ന കൂട്ടര്. ഇടതുപക്ഷക്കാര്. എന്താണ് ഇടതുപക്ഷക്കാര്? ഫീ സമൂമിൻ വഹമീം, കഠിന ചൂടുള്ള കാറ്റിലും ചുട്ടു തിളക്കുന്ന വെള്ളത്തിലും. വളില്ലിൻ മിൻ യഹ്മൂം, ഇരുണ്ട പുക കൊണ്ടുള്ള തണുപ്പുള്ളതോ
ലാബാരിതിം വലാകരീം, തണുപ്പുള്ളതോ സുഖകരമോ അല്ലാത്ത നിഴലിലുമായിരിക്കും അവർ. ഫീ സമൂമിൻ വഹമീം വളില്ലിൻ മിൻ യഹ്മൂം ലാബാരിതിം വലാകരീം. രോമകുഴികളിൽ കൂടി തുളച്ചു കയറുന്ന കഠിന ചൂടുള്ളൊരു തരം കാറ്റ്, ചുട്ടുതിളക്കുന്ന വെള്ളത്തിലും ഇരുണ്ട പുക കൊണ്ടുള്ള തണുപ്പുള്ളതോ സുഖകരമോ അല്ലാത്ത നിഴലിലുമായിരിക്കും ഇടതുപക്ഷക്കാര്. ഇന്നഹും കാനൂ ഖബല ദാലിക മുത്റഫീൻ. തീർച്ചയായും അതിനു മുമ്പ്, അതായത് ദുനിയാവിലെ ജീവിതകാലത്ത് അവർ സുഖലോലുപന്മാരായിരുന്നു. വകാനൂ യുസിറൂന അലൽ ഹിൻസിൽ അലീം. വമ്പിച്ച കുറ്റങ്ങളിൽ അവർ ഉറച്ചു നിൽക്കുന്നവരായിരുന്നു. വകാനൂ യഖൂലൂന, അവർ പറയുമായിരുന്നു, ഐദാ മിത്ന, ഞങ്ങൾ മരിച്ചാൽ, വകുന്നാ തുറാബൻ വൈദാമ, ഞങ്ങൾ എല്ലും മണ്ണുമായാൽ, അഇന്നാ ലമബ്ഊസൂൻ, ഞങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമോ? അവ ആബാഉനൽ അവ്വലൂൻ, ഞങ്ങളുടെ പൂർവ്വപിതാക്കളും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമോ? വകാനൂ യഖൂലൂന ഐദാ മിത്നാ വകുന്നാ തുറാബൻ വഇളാമ അഇന്നാ ലമബ്ഊസൂൻ അവ ആബാഉനൽ അവ്വലൂൻ. അവർ പറയുകയും ചെയ്തിരുന്നു, ഞങ്ങൾ മരിക്കുകയും എന്നിട്ട് മണ്ണും എല്ലുകളുമായിട്ട് പിന്നെ ഞങ്ങളും ഞങ്ങളുടെ പൂർവ്വപിതാക്കളും എഴുന്നേൽപ്പിക്കപ്പെടുമോ? കുൽ ഇന്നൽ അവ്വലീന വൽ ആഖിരീൻ, നബിയെ തങ്ങൾ പറയണം, മുൻഗാമികളും പിൻഗാമികളുമായ ആളുകൾ ലമജ്മൂഊന ഇലാ മീഖാതി യൗമിൻ മഅലൂം, ഒരു നിർണിത ദിവസമാകുന്ന സമയം അവരെല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടുക തന്നെ ചെയ്യും. സുമ്മ ഇന്നക്കും അയ്യുഹൽ ളാല്ലൂനൽ മുകദ്ദിബൂൻ, പിന്നെ സത്യനിഷേധികളായ വഴിപിഴച്ചവരെ, ലആകിലൂന മിൻ ഷജരിൻ മിൻ സക്കൂം, നിങ്ങൾ സക്കൂം എന്ന് പറയുന്ന ഒരു തരം വൃക്ഷമുണ്ടല്ലോ, ആ വൃക്ഷത്തിൽ നിന്ന് നിങ്ങൾ തിന്നുകയും ചെയ്യും. ഫമാലിഊന മിൻഹൽ ബുത്തൂൻ, അങ്ങനെ അതിൽ നിന്ന് നിങ്ങൾ വയറ് നിറക്കും. ഫശാരിബൂന അലൈഹി മിനൽ ഹമീം, എന്നിട്ട് അതിനു മീതെ ചുട്ടുതിളക്കുന്ന വെള്ളത്തിൽ നിന്ന് നിങ്ങൾ കുടിക്കുകയും ചെയ്യും. ഫശാരിബൂന ശുർബൽ ഹീം, ദാഹിച്ചു വലഞ്ഞ ഒട്ടകം വെള്ളം കുടിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതുപോലെ നിങ്ങൾ അത് കുടിക്കുക തന്നെ ചെയ്യും. ഹദാ നുസിലുഹും യൗമദ്ദീൻ, ഇതാണ് പ്രതിഫല ദിവസത്തിൽ അവർക്ക് ലഭിക്കുന്ന സൽക്കാരം. നഹിനു ഖലഖനാകും ഫലൗലാ തുസദ്ദിഖൂൻ, നാമാണ് നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്, അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ല? അഫറഅയ്തും മാ തുംനൂൻ, നിങ്ങൾ സ്ത്രീകളുടെ ഗർഭപാത്രങ്ങളിലേക്ക് നിക്ഷേപിക്കുന്ന ശുക്ലത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അഅൻതും തഖ്ലുഖൂനഹു, നിങ്ങളാണോ അതിനെ സൃഷ്ടിക്കുന്നത്? അം നഹിനുൽ ഖാലിഖൂൻ, അതല്ല നാമാണോ സൃഷ്ടിപ്പ് നടത്തുന്നത്? നഹിനു ഖദ്ദർനാ ബൈനകുമുൽ മൗത, നിങ്ങൾക്കിടയിൽ മരണം നിശ്ചയിച്ചത് നാമാണ് കേട്ടോ. വമാ നഹിനു ബിമസ്ബൂഖീൻ, നാം ഒരിക്കലും അതിൽ പരാജിതനാവുകയില്ല. എന്തിനാണ് പരാജിതനാകാത്തതെന്നറിയുമോ? അലാ അന്നുബദ്ദില അംസാലക്കും, നിങ്ങളെ പോലെയുള്ളവരെ പകരം കൊണ്ടുവരുന്ന കാര്യത്തിൽ, വനുൻഷിയക്കും ഫീമാ ലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്ത തരത്തിൽ നിങ്ങൾ വളർത്തിയുണ്ടാക്കുകയും ചെയ്യുന്നതിൽ നാം ഒരിക്കലും പരാജയപ്പെടുകയില്ല. വലക്കത് അലിംതുമുൻ നശ്അത്തൽ ഊലാ, ഒന്നാമത്തെ സൃഷ്ടിപ്പിനെ പറ്റി നിങ്ങൾ അറിയുക തന്നെ ചെയ്തിട്ടുണ്ട്. ഫലൗലാ തദക്കറൂൻ,
അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് ചിന്തിക്കാത്തത്? വലക്കത് അലിംതുമുൻ ഒന്നാമത്തെ സൃഷ്ടിപ്പിനെ പറ്റി നിങ്ങൾ അറിയുക തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? അഫറഅയ്തും മാ തഹ്റുസൂൻ എന്നാൽ നിങ്ങൾ വിളയിറക്കിയിരിക്കുന്നതിനെ പറ്റി, അല്ലെങ്കിൽ നിങ്ങൾ ഇട്ടിരിക്കുന്ന വിത്തിനെ പറ്റി, നിങ്ങൾ ചെയ്യുന്ന കൃഷിയെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അൻതും തസ്റഊനഹു നിങ്ങളാണോ അതിനെ മുളപ്പിച്ച് വളർത്തുന്നത്? അം നഹിനുസാരിഊൻ അതോ നാമാണോ അതിനെ മുളപ്പിച്ച് വളർത്തുന്നത്? ലൗ നശാഉ നാമെങ്ങാനും ഉദ്ദേശിക്കുകയാണെങ്കിൽ ലജഅൽനാഹു ഹുതാമാ അതിനെ ഉണക്കി വൈക്കോലാക്കി കളയുമായിരുന്നു. ഫളൽതും തഫക്കഹൂൻ അപ്പോൾ നിങ്ങൾ ദുഃഖിച്ചിങ്ങനെ പറയുകയും ചെയ്യുമായിരുന്നില്ലേ, ഇന്നാല മുഹറമൂൻ തീർച്ചയായും നാം വിള നഷ്ടപ്പെട്ടുകൊണ്ട് കടബാധിതരായിപ്പോയി. ബൽ നഹിനു മഹ്റൂമൂൻ മാത്രമല്ല നമ്മുടെ ഉപജീവനം തടയപ്പെട്ടവരായി പോയി എന്ന് നിങ്ങൾ കരയുകയില്ലായിരുന്നോ? ദുഃഖിച്ച് നിലവിളിക്കുകയില്ലായിരുന്നോ? അഫറഅയ്തുമുൽ മാഅല്ലദീ തശ്റബൂൻ നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് വല്ലപ്പോഴും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി മേഘത്തിൽ നിന്ന് നാമാണോ അതിനെ ഇറക്കുന്നത്? അം നഹിനുൽ മുൻസിലൂൻ മേഘത്തിൽ നിന്ന് നിങ്ങളാണോ ആ വെള്ളത്തെ ഇറക്കുന്നത്, അതോ നാമാണോ ഇറക്കിയത്? ലൗ നശാഉ നാമെങ്ങാനും ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ജഅൽനാഹു ഉജാജ അതിനെ നാം ഉപ്പുവെള്ളമാക്കുമായിരുന്നു. ഫലൗലാ തഷ്കുറൂൻ എന്നിരിക്കെ നിങ്ങൾ നന്ദി കാണിക്കാത്തത് എന്തുകൊണ്ടാണ്? ലൗ നശാഉ ജഅൽനാഹു ഉജാജൻ ഫലൗലാ തഷ്കുറൂൻ നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അതിനെ നാം ഉപ്പുവെള്ളമാക്കുമായിരുന്നു. എന്നിരിക്കെ നിങ്ങൾ നന്ദി കാണിക്കാത്തത് എന്തുകൊണ്ടാണ്? അഫറഅയ്തുമുൻ നാറല്ലതീ തൂറൂൻ ഇനി നിങ്ങൾ കത്തിക്കുന്ന തീയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അൻതും അൻശഅ്തും ഷജറതഹാ ആരാണ് ആ തീയുടെ മരങ്ങൾ ഉണ്ടാക്കിയത്? നിങ്ങളാണോ? അം നഹിനുൽ മുൻഷിഊൻ അതോ നാമാണോ ആ ഉരസി കത്തിക്കുന്ന തീയുടെ മരത്തെ ഉണ്ടാക്കിയത്? നഹിനു ജഅൽനാഹാ തദ്കിറതൻ വമതാഅൻ ലിൽ മുഖ്വീൻ അതിനെ നാം ഒരു സ്മരണയും സഞ്ചാരികൾക്കൊരു ഉപകരണവുമാക്കിയിരിക്കുന്നു. ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അലീം അതുകൊണ്ട് മഹാനായ നാഥന്റെ നാമത്തിന്റെ പരിശുദ്ധിയെ താങ്കൾ പ്രകീർത്തനം ചെയ്ത് കൊണ്ടിരിക്കണം. ഫലാ ഉഖ്സിമു നാം സത്യം ചെയ്യുന്നില്ല ബിമവാഖിൻ നുജൂം നക്ഷത്രങ്ങളുടെ അസ്തമയ പദങ്ങളെ കൊണ്ട്. ഫലാ ഉഖ്സിമു ബിമവാഖിൻ നുജൂം എന്നാൽ നക്ഷത്രങ്ങളുടെ അസ്തമന സ്ഥാനങ്ങൾ കൊണ്ട് ഞാൻ സത്യം ചെയ്ത് പറയുന്നു. വ ഇന്നഹു ലഖസമുൻ തീർച്ചയായും ഇത് സത്യമാണ്. ലൗ തഅലമൂന അലീം നിങ്ങളെങ്ങാനും ഇത് അറിയുകയാണെങ്കിൽ, ബോധമുള്ളവരായിരുന്നെങ്കിൽ ഇതിൻ്റെ മഹത്വം നിങ്ങൾ മനസ്സിലാക്കുമായിരുന്നു. വ ഇന്നഹു ലഖസമുൻ ലൗ തഅലമൂന അലീം അതൊരു മഹത്തായ സത്യം തന്നെയാണ്. നിങ്ങൾ ബോധമുള്ളവരാണെങ്കിൽ അതിൻ്റെ മഹത്വം നിങ്ങൾ മനസ്സിലാക്കുമായിരുന്നു. ഇന്നഹു ലഖുർആനുൻ കരീം തീർച്ചയായും ഇത് ആദരണീയമായ ഖുർആൻ ആകുന്നു കേട്ടോ. ഫീ കിതാബിൻ മക്നൂൻ സുരക്ഷിതമായ ഒരു ഗ്രന്ഥത്തിലാണിത് സ്ഥിതി ചെയ്യുന്നത്. ലാ യമസ്സുഹു ഇല്ലൽ മുതഖറൂൻ ശുദ്ധിയാക്കപ്പെട്ടവരല്ലാതെ ഇതിനെ സ്പർശിക്കുകയില്ല. തൻസീലും മിർ റബ്ബിൽ ആലമീൻ ഇത് ലോകരക്ഷിതാവിങ്കൽ നിന്ന് അവതരിച്ചതാണ്. അഫബിഹാദൽ ഹദീസി അൻതും മുദ്ഹിനൂൻ ഈ വാർത്തയാണോ നിങ്ങൾ നിഷേധിക്കുന്നത്?
വതജലൂന റിസ്കക്കും അന്നക്കും തുകദ്ദിബൂൻ, നിങ്ങളുടെ ആഹാരത്തെ, അതിനുള്ള നന്ദിയെ നിങ്ങൾ കള്ളം പറയുകയാണോ? ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽകൂം, എന്നാൽ മനുഷ്യന്റെ ജീവൻ തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ, വ അൻതും ഹീനൈദിൻ തൻദുറൂൻ, നിങ്ങളാകട്ടെ ആ മനുഷ്യനെ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ. വനഹിനു, ഞാനാണെങ്കിലോ അഖ്റബു ഇലൈഹി മിൻകും, നിങ്ങളെക്കാൾ അവനിലേക്ക് അടുത്തവനാണ്. വലാകിൻ ലാ തുബ്സിറൂൻ, പക്ഷേ നിങ്ങളത് കാണുന്നില്ല. ഫലൗലാ ഇൻ കുൻതും ഗൈറ മദീനീൻ, എന്നാൽ നിങ്ങൾ പ്രതിഫല നടപടിക്ക് വിധേയപ്പെട്ടവരാവാത്തവരാണെങ്കിൽ, തർജിഊനഹാ ഇൻ കുൻതും സ്വാദിഖീൻ, എന്തുകൊണ്ട് ആ നഷ്ടപ്പെട്ടു പോകുന്ന മനുഷ്യന്റെ ജീവനെ മടക്കിക്കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല? മരണാനന്തര ജീവിതത്തെ നിഷേധിക്കുന്നതിൽ നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ ആ മനുഷ്യന്റെ ജീവിതനെ പൂർവസ്ഥാനത്തേക്ക് മടക്കി കൊണ്ടുവരണ്ടേ? നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? ഫഅമ്മാ ഇൻ കാന മിനൽ മുഖറബീൻ, അപ്പോൾ അവൻ അഥവാ ആ മരണപ്പെടുന്ന മനുഷ്യൻ അള്ളാഹുവിൻ്റെ സാമീപ്യം സിദ്ധിച്ചവനാണെങ്കിൽ, ഫറൗഹും വറൈഹാനും വജന്നത്തു നഈം, അവന് ആശ്വാസവും വിശിഷ്ടമായ ഭക്ഷണവും സുഖപൂർണമായ സ്വർഗവുമാണ് ലഭിക്കുന്നത്. വ അമ്മാ ഇൻ കാന മിൻ അസ്ഹാബിൽ യമീൻ, ഇനി അവൻ വലതുപക്ഷക്കാരിൽ പെട്ടവനാണെങ്കിലോ, ഫസലാമുൽ ലക മിൻ അസ്ഹാബിൽ യമീൻ, വലതുപക്ഷക്കാരിൽ പെട്ടവനായത് കൊണ്ട് നിനക്ക് സമാധാനം എന്ന് അവനോട് പറയപ്പെടും. അമ്മാ ഇൻ കാന മിനൽ മുകദ്ദിബീന ളാല്ലീൻ, ഇനി അവൻ വഴിതെറ്റിപ്പോയ കള്ളവാദികളിൽ പെട്ടവനാണെങ്കിലോ, ഫനുസിലും മിൻ ഹമീം, എങ്കിൽ ചുട്ടു തിളക്കുന്ന വെള്ളം കൊണ്ടുള്ള സൽക്കാരമാണ് അവനെ കാത്തിരിക്കുന്നത്. വതസ്ലിയത്തു ജഹീം, ജ്വലിക്കുന്ന നരകത്തിൻ്റെ കരിക്കലുമാണ് അവന് ലഭിക്കാൻ പോകുന്നത്. ഇന്ന ഹാദാ ലഹുവൽ ഹഖുൽ യഖീൻ, തീർച്ചയായും ഇതെല്ലാം ഉറച്ച സത്യം തന്നെയാണ്, നിഷേധിക്കാൻ കഴിയില്ല കേട്ടോ. ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അദീം, അതുകൊണ്ട് താങ്കളുടെ നാഥൻ്റെ പേരിൻ്റെ പരിശുദ്ധിയെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുക. ഇതാണ് ഈ സൂറത്തുൽ വാഖിയയുടെ ആയത്തുകളുടെ അർത്ഥം. മനുഷ്യൻ ദുനിയാവിൽ ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ മരിച്ചു പോകുമ്പോൾ ഏത് രൂപത്തിലാണ് അവനെ സ്വാഗതം ചെയ്യപ്പെടുന്നത്? 3 വിഭാഗമാക്കി മനുഷ്യനെ ഈ സൂറത്ത് വേർതിരിക്കുന്നു. ഒന്ന്, അസ്ഹാബുൽ മൈമന എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ ആദരിക്കപ്പെടുന്ന അള്ളാഹുവിൻ്റെ ഏറ്റവും അടുത്ത അടിമകൾ. പിന്നെ രണ്ടാമത് പറയുന്നത് അസ്ഹാബുൽ യമീൻ, വലതുപക്ഷക്കാർ. നമുക്കൊന്നും അസ്ഹാബുൽ മൈമനയിൽ ഉൾപ്പെടാൻ പറ്റിയില്ലെങ്കിലും അള്ളാഹു അസ്ഹാബുൽ യമീനിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ എന്നെങ്കിലും നാം ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. പിന്നെ മൂന്നാമത്തെ വിഭാഗം അസ്ഹാബു ഷിമാൽ, ഇടതുപക്ഷമാണ്. നിർഭാഗ്യമാണ് അവരെ കാത്തിരിക്കുന്നത്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. പരമാവധി ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കണം. എല്ലാവരും ഖുർആൻ്റെ അർത്ഥങ്ങൾ കേട്ട് പഠിക്കണം, മനസ്സിലാക്കണം, ജീവിതത്തിൽ പകർത്തണം. നമ്മുടെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളെ വളരെ ലളിതമായി അല്ലെങ്കിൽ പരിഹസിക്കുന്ന രൂപത്തിൽ വരെ ഓരോരുത്തർ അവതരിപ്പിക്കുന്ന കാലത്താണ് നാം നിലകൊള്ളുന്നത്. അവർക്കൊന്നും ഖുർആനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ, നാമാണ് പരിശുദ്ധ ഖുർആൻ ഇറക്കിയത്, അതിനെ നാം തന്നെയാണ് സംരക്ഷിക്കുക എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഖുർആൻ പ്രചരണത്തിൽ നമ്മളാൽ ആവുന്നത് നാം ചെയ്തില്ലെങ്കിൽ ഖുർആൻ നാളെ മഹ്ശറയിൽ വെച്ച്
നമുക്കെതിരെ സാക്ഷി നിൽക്കും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ആഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.